Geometric sequences സമ്മിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്തു നോക്കാം. There is a question: how many terms of a geometric progression 1, 3, 9, etc. is needed to get the sum 3280? 3280. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എത്ര ടേമുകൾ സം ചെയ്ത് കഴിഞ്ഞാലാണ്, അതായത് ജോമെട്രിക് പ്രോഗ്രഷൻ 1, 3, 9 etc. ആ സീക്വൻസിലെ എത്ര ടേമുകളുടെ സമ്മാണ് 3280 കിട്ടുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഇത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്, we assume that 3280 is the sum of first n terms of this geometric sequence 1, 3, 9 etc. അങ്ങനെ നമ്മൾ പിന്നീട് ഈ n എന്ന നമ്പർ Sn ഈക്വൽ ടു 3280 എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആ n ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. That is, we suppose that 3280 is the sum of first n terms of the geometric progression 1, 3, 9 etc. That is, Sn equal to 3280. We have Sn equal to a into r raised to n minus 1 divided by r minus 1. അപ്പോൾ ഈ കാണുന്ന ഫോർമുലയിലേക്ക് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്നിൻ്റെ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന സീക്വൻസിൽ the first term a is equal to 1 and common ratio r equal to 3/1 or 9/3 equal to 3. അതോടൊപ്പം Sn equal to 3280 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് n-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് Sn equal to 3280 equal to a equal to 1 into r equal to 3, so 3 raised to n minus 1 divided by 3 minus 1. That is 3280 equal to 1 into 3 raised to n minus 1. 1-നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ തന്നെയല്ലേ കിട്ടുക, ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ 2-നെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3280 into 2 equal to 3 raised to n minus 1. That is 6560 equal to 3 raised to n minus 1. So 3 raised to n equal to 3 raised to n equal to ഈ മൈനസ് 1-നെ കൂടെ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ 6561 എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് 3 raised to n equal to 6561. സോ n കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത്, ഈ ടേമിൻ്റെ ഈ ഇക്വേഷൻ്റെ രണ്ട് ഭാഗത്തും ലോഗരിതം എടുക്കുക എന്നുള്ളതാണ്. ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക, ലോഗ് 3 raised to n equal to log 6561 എന്ന് കിട്ടും. ലോഗരിതത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ലോഗ് ഓഫ് x raised to n equal to n into log x എന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് ലോഗ് ഓഫ് ദ നമ്പർ റേസ്ഡ് ടു n ഈക്വൽ ടു n into log of that number എന്നാണ് പ്രോപ്പർട്ടി ഉള്ളത്. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് n log 3 ഈക്വൽ ടു log 6561 എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് n ഈക്വൽ ടു log 6561 ഡിവൈഡഡ് ബൈ log 3. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കിതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് log 6561 ഈക്വൽ ടു 3.8169704 ഡിവൈഡഡ് ബൈ log 3 കിട്ടുന്നത്
3.47712125 എന്ന് കിട്ടും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് n equal to 8 എന്നാണ് കിട്ടുക, which implies 3280 is the sum of first 8 terms of the given GP. ഇവിടെ ഈ ലോഗരിതം എടുക്കാൻ വേണ്ടി നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്ററാണ് ഉപയോഗിക്കുന്നത്, അതാണ് നമുക്ക് എളുപ്പം. ഇനി അതല്ലാത്ത മെത്തേഡുകളുണ്ട്, പക്ഷേ അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള മെത്തേഡുകളാണ്. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്ന ആളുകളായതുകൊണ്ടാണ് വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതിന് ഈ മെത്തേഡ് തന്നെ പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഹൗ മെനി ടേംസ് ഓഫ് ദി ജോമെട്രിക് സീക്വൻസ് 3, 6, 12 etc. ആർ ആഡഡ് ടു ഗെറ്റ് ദ സം 3069, ദാറ്റ് ഈസ് 3069. ഇവിടെയും തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ, ആ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ്, സപ്പോസ് ദാറ്റ് 3069 is the sum of first n terms of this sequence 3, 6, 12 etc. That is, we can write Sn equal to 3069. Sn means Sn equal to a into r raised to n minus 1 divided by r minus 1. Here we have a is equal to 3 and r equal to 2 because 6 by 3 equal to 2. So by substituting these values in this formula, we can write Sn, that is a into r raised to n minus 1 divided by r minus 1 equal to 3069. That is 3 into 2 raised to n minus 1 divided by 2 minus 1 equal to 3069. That is 3 into 2 raised to n minus 1 divided by 1 എന്നാണ്ടാവുക, that is 3069. That is 2 raised to n minus 1 equal to 3069 divided by 3. That is 2 raised to n minus 1 equal to 1023. So 2 raised to n equal to 1023 plus 1, that is 2 raised to n equal to 1024, which implies, ഇനി ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം? എന്നിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ടേക്ക് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. ടേക്ക് log on both sides. അതായത് log 2 raised to n equal to log 1024 എന്ന് കിട്ടും. ഇനി അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എങ്ങനെയായിരിക്കും? ദാറ്റ് ഈസ് log 2 raised to n എന്ന് പറയുന്നതിന് നമുക്ക് ചെയ്താൽ കിട്ടുന്നത് എന്താണ്? n log 2 equal to log 1024. അപ്പോൾ n log 2 എന്ന് പറഞ്ഞാൽ ഇതിന് n ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് n ഈക്വൽ ടു log 1024 ഡിവൈഡ് ബൈ log 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് n ഈക്വൽ ടു log 1024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3.0102996 എന്ന് കിട്ടും. ആൻഡ് log 2 ഈസ് 0.3010296 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ദാറ്റ് ഈസ് n ഈക്വൽ ടു 10 എന്ന് കിട്ടും. അതായത് നമുക്ക് തന്നിരിക്കുന്ന സം 3069 ഈസ് ദ സം ഓഫ് first 10 terms of the GP 3, 6, 12 etc. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ ആകെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ ലോഗരിതം എടുക്കുന്നത് മാത്രമാണ്. അത് ലോഗരിതം എടുക്കുന്നത് log x raised to n equal to n log x എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ ക്ലിയർ ആവും. ഓക്കെ,
നേരത്തെ കഴിഞ്ഞ പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഹോംവർക്ക് ചെയ്ത് നോക്കുക. ഇതാണ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടേംസ് ഓഫ് ദ ജോമെട്രിക് പ്രോഗ്രഷൻ 4, 8, 16 etc. ആർ നീഡഡ് ടു ഗെറ്റ് ദ സം 508. Second question, how many terms of the sequence 2, 6 to 18 etc. are added to give the sum 59,048. അതിൽ ആൻസേഴ്സ് നമുക്ക് കിട്ടുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 7 ടേംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 508 കിട്ടുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 10 ടേംസും ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.